ആരാണ് യഥാർത്ഥത്തിൽ ഈ കാർണിവോർ ലൈഫ് സ്റ്റൈലിലേക്ക് മാറേണ്ടത്? യഥാർത്ഥത്തിൽ ഒരു 20 to 40 കിലോ അധിക ഭാരമുള്ള ഒരു വ്യക്തി, ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയ ഒരു വ്യക്തിക്ക് ഏകദേശം ഒരു വർഷത്തോളം കൺസിസ്റ്റന്റ് ആയിട്ട് വെയിറ്റ് ലോസ് ജേർണി ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫാറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. ചില ആൾക്കാർ പറയുന്ന കേൾക്കാറുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഒരു ബാലൻസ്ഡ് ഡയറ്റ് അപ്രോച്ചാണ്. ആദ്യത്തെ ഒരു 6 ദിവസം ഭയങ്കര കൃത്യനിഷ്ഠയോടെ നമ്മൾ കോംപ്ലക്സ് കാർബൊക്കെ തിന്നും. എന്താണ് കോംപ്ലക്സ് കാർബ്? ഈ സ്വീറ്റ് പൊട്ടറ്റോ, ലെഗ്യൂൺസ്, ക്യൂയിനോ, അതുപോലെ ഓട്സ്, ഇതൊക്കെയാണ് യഥാർത്ഥ കോംപ്ലക്സ് കാർബ്. അപ്പോൾ ഇത് നമ്മൾ വീക്കെൻഡ് പോയി ഒരു അൾട്രാ പ്രോസസ്ഡ് ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ ഈ ഒരാഴ്ച എടുത്ത എഫേർട്ട് എല്ലാം അവിടെ തീർന്നു. എന്തുകൊണ്ടാണ് പല ഡയറ്റും ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകുന്നത്? കാരണം നമ്മൾ വീക്കെൻഡ് പോയി ചീറ്റ് ചെയ്യും. നമ്മൾ യഥാർത്ഥത്തിൽ ഈ വീക്കെൻഡൊക്കെ പോയി ചീറ്റ് മീൽ തിന്നുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ചീറ്റ് ചെയ്യുന്നത് നമ്മളെ തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ തലച്ചോറ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ബ്രെയിനാണ് നമ്മുടെ ഗട്ട് മൈക്രോബയോം. ഒരു ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയുള്ള ഒരു വ്യക്തിയുടെ മൈക്രോബയോം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് മൈക്രോബയോമിന്റെ പോപ്പുലേഷൻ അധികമായിട്ട് നിൽക്കുന്നത് കൂടുതലും ഈ ഷുഗറിനെ ക്രേവ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആയിരിക്കും. ദുഷ്ടന്മാരായ ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിനെ മാത്രം ചിന്തിപ്പിക്കുന്ന ഈ മൈക്രോബയോമിനെ, ഈ കോളനിയെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദീർഘകാലം അവർക്ക് ഫുഡ് കൊടുക്കാതിരിക്കണം. രണ്ടാമത്തെ പോയിന്റിൽ എനിക്ക് ഒന്നും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഈ സിമ്പിൾ ഷുഗർ കഴിച്ച് ഉണ്ടാവുന്ന ഓരോ ഗ്ലൂക്കോസ് സ്പൈക്കും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഷുഗർ അഡിക്ഷനിലേക്ക് പോവുകയാണ്. എന്താണ് ഈ ഷുഗർ അഡിക്ഷൻ? യഥാർത്ഥത്തിൽ ഒരു ആൽക്കഹോൾ വിഡ്രോവൽ പോലെ, കാപ്പി കുടിക്കുമ്പോൾ കഫേന്റെ വിഡ്രോവൽ പോലെ, അതുപോലെ നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ നിക്കോട്ടിന്റെ വിഡ്രോവൽ പോലെ യഥാർത്ഥത്തിൽ ഗ്ലൂക്കോസിനും ഉണ്ടൊരു വിഡ്രോവൽ സിംറ്റം. തലവേദന എടുക്കും, ഷുഗർ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്ലൂക്കോസിന്റെ വിഡ്രോവൽ സിംറ്റംസ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെ ഒരു ഫാറ്റ് ബേണിംഗ് മെഷീൻ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ഈ ശരീരം കീറ്റോസിസിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. യഥാർത്ഥത്തിൽ നമ്മൾ ഷുഗർ സ്പൈക്ക് ചെയ്യാത്ത ഭക്ഷണം ആയ ആനിമൽ ഫാറ്റ്, ആനിമൽ പ്രോട്ടീൻ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം കീറ്റോ അഡാപ്റ്റേഷനിലേക്ക് പോകും. നിങ്ങളുടെ ശരീരം ത്രൂ ഔട്ട് ഒരു വർഷം നിങ്ങൾ വെയിറ്റ് ലോസിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് തന്നെ ഉപയോഗിച്ച് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഒരു കാർണിവോർ അല്ലെ ലോ കാർബ് കീറ്റോ ഡയറ്റ് അപ്രോച്ച് നോക്കാം. നിങ്ങൾക്ക് തെറ്റായ ഭക്ഷണ രീതി വീണ്ടും കഴിച്ചാൽ ഈ വെയിറ്റ് പോയ ഫാറ്റ് എല്ലാം തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾ ഈ ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കേണ്ട അത്യാവശ്യം നമ്മുടെ പൊതുജനത്തിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വളരാം. ബൈ.